ഇന്ന് ഞാനൊരു വെണ്ടക്കായ സാമ്പാറായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വെണ്ടക്കായ സാമ്പാറിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യാനായിട്ട് പോണത്. ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് സാമ്പാറിൻ്റെ റെസിപ്പികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇത് നമുക്ക് വെണ്ടക്കായും തക്കാളിയും മാത്രം വെച്ചിട്ട് പരിപ്പും കൂടി ചേർത്ത് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. ആരും മിസ്സാക്കരുത്. ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല, ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുവരെ ആയിട്ടും നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതായിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ആ കുഞ്ഞ് ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ സാമ്പാർ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ മെഷറിംഗ് കപ്പിൽ 1/2 കപ്പ് പരിപ്പാണ് എടുത്തേക്കണത്. ഈ പരിപ്പ് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. വേവിച്ചെടുക്കുന്നതിന് മുൻപായിട്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ പരിപ്പ് തിളച്ച് പൊന്തി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെള്ളം പരിപ്പിൻ്റെ മുകളിലായിട്ട് നിൽക്കണം, അതാണ് കണക്ക്. വെള്ളം ഒട്ടും കുറഞ്ഞു പോകാനും പാടില്ല, ഒരുപാട് കൂടിപ്പോവാനും പാടില്ല. വെള്ളം പരിപ്പിൻ്റെ മുകളിലായിട്ട് നിൽക്കുന്ന രീതിയിൽ മാത്രം വെച്ചാൽ മതി. ഇനി നമുക്ക് കുക്കർ അടച്ചിട്ട് ഒരു 3 വിസിൽ കൊടുക്കാം. പിന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ 3 വിസിൽ കൊടുത്തെടുക്കുന്നത്. ലോ ഫ്ലെയിമും മീഡിയം ഫ്ലെയിമും ഒന്നും ആക്കി കൊടുക്കണില്ല. 3 വിസിലിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. അടുത്തതായിട്ട് നാരങ്ങ വലിപ്പത്തിലുള്ള പുളി ഒരു പാത്രത്തിലിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുതിർത്താനായിട്ട് വെക്കാം. കറി തയ്യാറാക്കാറാവുമ്പോഴേക്കും ഇത് കറക്റ്റായിട്ട് കുതിർന്ന് വന്നോളൂ. ഗ്യാസ് സ്റ്റവിൽ ഒരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് വെണ്ടക്കായ ഒന്ന് വഴറ്റിയെടുക്കാനുള്ള വെളിച്ചെണ്ണയാണിത്. ഇതിലേക്ക് നുറുക്കി വെച്ചിരിക്കുന്ന വെണ്ടക്കായ ചേർത്ത് കൊടുക്കാം. കുറച്ച് നീളത്തിൽ കഷ്ണങ്ങളാക്കി നുറുക്കിയ വെണ്ടക്കായയാണ്, അത് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ഒരു സവാള സ്ക്വയർ ആക്കിയിട്ട് കട്ട് ചെയ്തതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെണ്ടക്കായയും സവാളയും ഒരു സവാളയായിട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ. വെണ്ടക്കായ ഒരു 10 എണ്ണത്തിൻ്റെ അടുത്ത് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഈ വെണ്ടക്കായയും സവാളയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ കളറൊക്കെ ചെറുതായിട്ട് മാറുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വെണ്ടക്കായ നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 തക്കാളി സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ്. ഈ തക്കാളി ഒരുപാട് ഉടഞ്ഞ് ചേരുമൊന്നും വേണ്ട കേട്ടോ, ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. തക്കാളി വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സാമ്പാർ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. സാമ്പാർ പൊടി ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് കടയിൽ നിന്ന് വാങ്ങുന്ന സാമ്പാർ പൊടിയാണെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. അതല്ലെങ്കിൽ മല്ലിപ്പൊടിയും മുളക് പൊടിയും വേറെ വേറെ ആയിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഇപ്പോൾ 3 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തത്. ഒപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഈ സാമ്പാർ പൊടിക്ക് അധികം എരിവ് ഇല്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ മുളക് പൊടി ചേർത്ത് കൊടുത്തത്. അതുപോലെ തന്നെ കായത്തിൻ്റെ മണം ഇത്തിരി കുറവുണ്ട്, അതുകൊണ്ട് കായം ഒരു 3/4 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പുളിവെള്ളമാണ്. നമ്മൾ നേരത്തെ പുളി കുതിർത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് അരിച്ചെടുത്തിട്ടുള്ള പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. പരിപ്പ് ഇവിടെ 3 വിസിൽ കൊടുത്തിട്ട് ഓഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ്. കൂടെ തന്നെ 1 ഗ്ലാസ് വെള്ളം കൂടിയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് പരിപ്പ് ഇതിലിങ്ങനെ ഉടഞ്ഞ് ചേരണം, അതാണ് ഇതിൻ്റെ കറക്റ്റായിട്ട് പരുവം. ഈ സമയത്ത് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സാമ്പാറിലേക്കുള്ള എല്ലാ ഐറ്റംസും ചേർത്ത് കഴിഞ്ഞു. ഇനി ഇത് നന്നായിട്ട് തിളച്ച് കുറുകി കിട്ടാൻ മാത്രമേ വേണ്ടൂ. അതിനായിട്ട് ഒരു മൂടി കൊണ്ട് അടച്ചു വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. ഒരു 10 മിനിറ്റെങ്കിലും ഇതുപോലെ അടച്ചു വെച്ചിട്ട് തിളപ്പിച്ചെടുക്കണം. 10 മിനിറ്റിന് ശേഷം മൂടി തുറന്നു. നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഏകദേശം പരിപ്പൊക്കെ വെന്ത് ഉടഞ്ഞു ചേർന്നുണ്ട്. അതുപോലെ തന്നെ ഈ വെണ്ടക്കായയുടെ കളറൊക്കെ ചെറുതായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. വെണ്ടക്കായയുടെ കളർ ഇതുപോലെ മാറുമ്പോഴാണ് അത് കറക്റ്റായിട്ട് വെന്ത് കിട്ടണത്. ഇനി ഒരുപാട് നമ്മൾ വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് ഇരുന്നാൽ തന്നെ കുറച്ചൊന്ന് കട്ടിയായിക്കോളും. അതുകൊണ്ട് ഒരുപാട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് താളിച്ചെടുക്കാം.
ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഏകദേശം ചൂടായി കിട്ടിയപ്പോൾ കടുക് ചേർത്ത് കൊടുത്തു. 1 ടീസ്പൂൺ കടുകാണ് ചേർത്ത് കൊടുത്തത്. ഇനി അല്പം ഉലുവയും കൂടിയും ചേർത്തു. കൂടാതെ ഇതിൻ്റെ ഒപ്പം തന്നെ വറ്റൽമുളകും കറിവേപ്പിലയും കൂടിയും ചേർത്ത് താളിച്ചെടുക്കുകയാണ്. സാമ്പാറിലേക്ക് കടുക് താളിച്ചത് ഒഴിച്ചു കൊടുത്തു. നമ്മുടെ അടിപൊളി വെണ്ടക്കായ സാമ്പാർ ഇവിടെ തയ്യാറായിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഫുഡ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും അടിപൊളി വീഡിയോവുമായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.